പ്രിയ സുഹൃത്തുക്കളെ, സാജൻ വന്നിട്ടുണ്ട്. സാജൻ പൂരെ കരച്ചിലാണ്. അപ്പൊ ആ കരച്ചിലൊന്ന് കേൾക്കുക. നമസ്കാരം. ഈ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ പിണറായി വിജയൻ്റെ പകയ്ക്ക് ഇരയായിട്ടുള്ളത് ആയിരക്കണക്കിന് മനുഷ്യരാണ്. സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മാത്രമല്ല, മാധ്യമപ്രവർത്തകരും സാധാരണക്കാരും പോലും പിണറായിയുടെ പോലീസിൻ്റെയും പകയ്ക്കിരയായി. പോലീസിൻ്റെ ഭരണം എന്നത് സെൽഫ് ഭരണമായിരുന്നു പാർട്ടിയുടെ. നീതി ആർക്കും ലഭ്യമായിരുന്നില്ല. പോലീസിൻ്റെ ഉത്തരവാദിത്തമായി നിർവചിക്കപ്പെട്ടത് CPM സഖാക്കളുടെ തട്ടിപ്പും വെട്ടിപ്പും കഞ്ചാവ് കച്ചവടമൊക്കെ സംരക്ഷിക്കുക, നീതീകരിക്കുക. അതായത് മാർച്ച് മാസം 31-ാം തീയതി രാവിലെ 10:30 തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ആരൊക്കെയാണോ പിണറായിയുടെ പകയ്ക്കിരയായത്? ഈ ധാർഷ്ട്യത്തിനെതിരെ, ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റ് നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ചില പൊതുപ്രവർത്തകർ, ബി രാജീവനും ജോസഫ് മാത്യുവും അടക്കമുള്ളവർ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഭരണഘടനയിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച മനുഷ്യർക്കാണ്. അത്തരക്കാർക്ക് പരിപാടിയിലെത്താം. അവരുടെ വ്യാജ പോക്സോ കേസിലും സ്ത്രീ പീഡന കേസിലുമൊക്കെ ഉൾപ്പെട്ട പലരുമുണ്ട്. അവരെ അല്ല ഉൾപ്പെടുത്തുന്നത്. അതൊക്കെ നിയമപരമായ ഒരു വിഷയമാണ്. പിണറായി വിജയന്റെ കള്ളക്കേസിൽ കൊടുക്കപ്പെട്ടവർ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, മാധ്യമ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ, അത്തരത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടവരുടെ സംഗമമാണ്. നിങ്ങൾ ആരെങ്കിലും പിണറായി പകയ്ക്ക് ഇരയാണെങ്കിൽ, നിങ്ങളുടെ ഭരണഘടനാപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചതിന്റെ പേരിൽ കേസെടുക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് സ്വാഗതം. നാളെ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ രാവിലെ 10:30 ഈ അസാധാരണമായ ചടങ്ങ് നടക്കുന്നത്. നിരവധി കേസുകൾ എടുത്ത് വേട്ടയാടപ്പെട്ട ഒരാൾ എന്ന നിലയിൽ എന്നെയും അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകനായ KM ഷാജഹാൻ, മാധ്യമ പ്രവർത്തകനായ ക്രൈം നന്ദകുമാർ തുടങ്ങി പിണറായിയുടെ പോലീസ് പകയോടെ ജയിലിൽ അടച്ച അനേകം പേർ ഈ പരിപാടിയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വ്യത്യസ്തമായ ഒരു പരിപാടി. സുഹൃത്തുക്കളെ, നിങ്ങൾ സാജന്റെ കരച്ചിൽ കേട്ടല്ലോ. അപ്പൊ സാജൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ പോലീസിന്റെ പീഡനം കൊണ്ട് മാധ്യമ പ്രവർത്തനം പോലും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുക. നിങ്ങൾക്കറിയാലോ, പോലീസിന്റെ വയർലൈൻസ് വരെ ചോർത്തിയിട്ട് മാധ്യമത്തിലൂടെയും മറ്റ് അവർക്ക് ആവശ്യമുള്ള ആളുകൾക്ക് രഹസ്യങ്ങളെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വലിയ കുറ്റവാളിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു കേസുമുണ്ട്. എന്നിട്ട് പോലും പോലീസുകാർ പല രീതിയിൽ ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. വളരെ കൃത്യമായിട്ട് അയാളെ കൊണ്ടുപോയിട്ട് ഇരുത്തി സംസാരിച്ചു വിടുന്ന രീതിയിലൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് അയാൾ വിട്ടിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, പിന്നീട് തുടർന്നുള്ള ഒരുപാട് മതപരമായിട്ട് ഒരു വിഭാഗങ്ങളെ മാത്രം ഒരുപാട് അപമാനിക്കുകയും വലിയ വലിയ ബിസിനസ്സുകാരെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ബിസിനസ്സുകളെ ഇല്ലായ്മ ചെയ്യുകയും അവരെക്കുറിച്ച് മോശമായി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും ഇയാൾക്കെതിരെ കേസ്. അതും നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് അവരവർ കൊടുത്ത കേസാണ്. ഇപ്പോൾ എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന കേസ്. അതേപോലെ ഈ മാധ്യമപ്രവർത്തൻ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന സാജൻ സെക്രട്ടറിയെതിരെ പല ആളുകളും കംപ്ലൈന്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അവരെ വ്യക്തിപരമായിട്ട് അപമാനിച്ചത് കൊണ്ട് മാത്രം. അപ്പോൾ അതിന്റെ പേരിൽ പോലീസുകാർ കേസെടുത്ത് കഴിഞ്ഞാൽ പിണറായി വിജയനെ പറയാണ്. എന്നിട്ട് ഈ വർഗീയത പറയുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ട് നാളെ തിരുവനന്തപുരത്ത് ഒരു പ്രസ് ക്ലബിൽ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. അത്ര ഈ വർഗീയത മൊത്തം കേരളത്തിനകത്ത് സോഷ്യലിലൂടെ പറയുന്ന എല്ലാവരെയും കൂടി ചേർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് പോലും ഇടാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടക്കരച്ചിൽ കരയാൻ പോവുകയാണ്. അപ്പം ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, എത്ര മാത്രം സഹികെട്ടിട്ടാണ് ഇവർക്കെതിരെ ഓരോ ആൾക്കാർ കേസ് കൊടുത്തത്. അവരുടെ വ്യക്തിപരമായി അവരെ അപമാനിക്കുകയും അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് അവർ കേസ് കൊടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ സാജൻ സെക്രട്ടറി പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പോലീസിലെ പീഡനം. ഇയാൾ ഈ നിങ്ങളിപ്പോൾ കേട്ട ശബ്ദത്തിൽ വളരെ കൃത്യമായിട്ട് പോലീസുകാരെ അപമാനിക്കുന്ന ഒരു സംഭവമാണ് അയാൾ പറഞ്ഞു വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോലീസുകാർ ഈ വോയിസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് സ്വയമേ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. കാരണം അത്രമാത്രം പോലീസുകാരെ അപമാനിക്കും. പോലീസുകാർ വ്യക്തി താല്പര്യത്തിനനുസരിച്ചാണ് ഇത് ചെയ്യുന്നതും കേസ് ചെയ്തതും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് പോലീസുകാരെ അപമാനിക്കുന്നുണ്ട്. 100% പോലീസുകാർക്ക് ഇത് കൃത്യമായിട്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെ കേസെടുക്കാം. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൽ പ്രധാനമായിട്ടും ഈ പ്രസ് ക്ലബിലേക്ക് വരുന്ന ആൾക്കാർ ആരൊക്കെ അറിയോ? ഒന്ന് ക്രൈം നന്ദകുമാർ എന്താ മനസ്സിലായ? വായി തുറന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ തെറി വിളിക്കുകയും പച്ചയ്ക്ക് വർഗീയത പറയുന്നു. ഇപ്പോൾ ജയിലിൽ കൊണ്ടിട്ടില്ലേ, ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ അതുപോലെയുള്ള ആൾക്കാരെയൊക്കെ കൂട്ടി നിർത്തിക്കൊണ്ട് ഒരു പ്രസ് ക്ലബിൽ ഒരു മീറ്റിംഗ് നടത്താൻ പോകുന്നു. അപ്പോൾ പിണറായി വിജയന്റെ പോലീസിന് ഇരയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇവിടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വിളിക്കുന്ന വോയിസുകളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സാജൻ സെക്രട്ടറി കേരളത്തിൻ്റെ അകത്ത് എത്ര മാത്രമാണ് 2014 മുതൽ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു മണിക്കൂർ കൂടുമ്പോഴാണ് ഒരു മതവിഭാഗത്തിലെ ആൾക്കാരെ മാത്രം മോശമായി ചിത്രീകരിച്ച് പല സ്ഥലത്തും കേസ് വന്നതോട് കൂടിയാണ് ഒതുങ്ങിയത്. ഇനിയും കുറേ ടീമുകൾ ഇങ്ങനെ ഒതുങ്ങാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം വർഗീയതയാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, സാജൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാരുടെ കൂട്ടക്കരച്ചിൽ നാളെ പ്രസ് ക്ലബിൽ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 100% അതിൽ പോയി പങ്കെടുക്കുക. നിങ്ങൾ
ശ്രീ പിണറായി വിജയന്റെ പോലീസിന് ഇരയായിട്ടുണ്ടെങ്കിൽ എന്നാണ് അവകാശപ്പെടുന്നത്, വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വർഗീയതയോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ പോലീസുകാർ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ നാളെ പ്രസ് ക്ലബ്ബിൽ പോയിട്ട് നിങ്ങളുടെ കരച്ചിലും കൂടെ ഒന്ന് കേൾപ്പിക്കുക. ഞങ്ങൾക്കൊക്കെ കാത്തിരിക്കുകയാണ് എന്തൊക്കെ കരച്ചിലാണ് നാളെ വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് സാജൻ സെക്രട്ടറിയുടെ പേജിലൂടെ കാണാം. സുഹൃത്തുക്കളെ, സാജൻ സെക്രട്ടറിയെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിലൂടെ പറയുക.